everyone, welcome back to Silent Learning. It's me Jamshad, you can call me JD. Waiting for rain. ഇത് ആക്ച്വലി ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയമുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇത് അതിന്റെ ഓരോ സബ് ടൈറ്റിൽസ് ആയിട്ട് കൊടുത്തിട്ട് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ചാപ്റ്റർ റിവിഷൻ ആണ്. നമുക്ക് നോക്കിയാലോ, തുടങ്ങാൻ പോവാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് തന്നെ ദ നരേറ്റർ ഈസ് ട്രാവലിംഗ് ബൈ ഫ്ലൈറ്റ് ടു കേരള. നമ്മുടെ നരേറ്റർ ആരായിരുന്നു? നമ്മുടെ നരേറ്റർ അനിത നായരാണ്. 36 എവിടുന്നേക്കാ പോണേ? എവിടുന്നാ പോകുന്നത്? യെസ്, നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് എവിടേക്ക് പോവുകയാണ്? കേരളത്തിലേക്ക് ഫ്ലൈറ്റിൽ പോവുകയാണ്. ദ ഫ്ലൈറ്റ് ഫേസസ് ടർബുലൻസ്. ഫ്ലൈറ്റിൽ ഒരു ടർബുലൻസ്, ഒരു കുലുക്കം സംഭവിച്ചു. മേഘത്തിലൊക്കെ തട്ടുന്ന സമയത്ത് കുലുക്കമുണ്ട്. എല്ലാവരും പേടിച്ചിരിക്കുക. പക്ഷേ നമ്മുടെ നരേറ്റർ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? എന്താണ്? ആൻഡ് മോസ്റ്റ് പാസഞ്ചേഴ്സ് ആർ സ്കെയർഡ്. മിക്ക പാസഞ്ചേഴ്സും പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ദ നരേറ്റർ ഈസ് ഹാപ്പി ബിക്കോസ് ടർബുലൻസ് മീൻസ് ദ മൺസൂൺ മൈറ്റ് ഫൈനലി അറൈവ്. മേഘത്തിന് തട്ടിയെന്ന് വിചാരിക്കുമ്പോൾ മൺസൂൺ വരികയാണ്, മഴക്കാലം വരികയാണ്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹാപ്പി, കുറെ ആയി മഴയൊക്കെ കൊണ്ടിട്ട്. ആ മൂഡിലാണ് ആര്? നമ്മുടെ നരേറ്റർ അനിത നായരുള്ളത്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു ഇരിക്കുകയാണ്. ഡിലൈഡ് മൺസൂൺ. ഇനി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പറയുകയാണ്. ഇതാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാണ്. കേരള ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ റെയിൻ ഫോർ മെനി വീക്സ്. ആഴ്ചകളോളമായിട്ട് കേരളത്തിൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Every day the narrator asks her parents if it had rained. വീട്ടിലേക്ക് വിളിക്കും, അവിടെ മഴ പെയ്തോ, അവിടെ എന്താ അവസ്ഥ, അങ്ങനെ വിളിച്ച് ചോദിക്കും. ബിക്കോസ് റെയിൻ ഇൻ കേരള എഫക്ട് ഡെയിലി ലൈഫ്, ലീക്ക് റൂഫ്. ഓരോ മഴ പെയ്യുന്ന സമയത്തും കേരളത്തിന് നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. റൂഫിൽ നിന്നുള്ള ലീക്ക്, സ്ലിപ്പറി പാർട്സ്, അതായത് വഴിയിലൊക്കെ വഴുക്കി വീഴുന്നത്, പവർ കട്ട് ഉണ്ടാകും, തുടങ്ങിയിട്ട് പല പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൃഷിപരമായിട്ടൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ എന്താകുന്നുണ്ട് കേരളത്തിൽ ഈ ഒരു മഴ കാരണം സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വെദർ ഇൻ ബാംഗ്ലൂർ. അതേസമയം ബാംഗ്ലൂരിലുള്ള കാലാവസ്ഥ എന്താണ്? ഇൻ ബാംഗ്ലൂർ സ്ട്രോങ് winds are blowing and pushing away the monsoon clouds. നല്ല കാറ്റാ ബാംഗ്ലൂരിൽ. അതുപോലെ തന്നെ അവിടെയുള്ള ക്ലൗഡ്സിനെയൊക്കെ എന്താക്കുന്നുണ്ട്? പിന്നെ ഈ കാറ്റ് കാരണം അങ്ങനെ അടിച്ചു വീശി പോക്കുന്നുണ്ട്. ഇവൺ വെൻ ദ നെറേറ്റർ റീച്ചസ് കൊച്ചി. കൊച്ചിയിൽ നെറേറ്റർ അങ്ങോട്ട് എത്തുമ്പോഴും ദ സ്കൈ ലുക്സ് ഗ്രേ. ആകാശം മൊത്തം എന്താണ്? ഗ്രേ കളർ, ഈ ഒരു കളറിലായിട്ട് നിൽക്കുകയാണ്. ബട്ട് there is still no rain. അപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? നോ. മഴ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ റെയിൻ ബട്ട് നോ റെയിൻ ഈസ് കമ്മിങ്. ഓക്കെ, ഡ്രൗട്ട് ഇൻ ദ വില്ലേജ്. നമ്മുടെ വില്ലേജുകളിലൊക്കെ ഇതുപോലത്തെ നല്ല ഡ്രൗട്ട് ഉണ്ടാവും അല്ലെ, വരൾച്ച ഉണ്ടാകും. ഇൻ ഹർ വില്ലേജ് പീപ്പിൾ സേ ദ സമ്മർ ഡ്രൗട്ട് വാസ് വെരി സിവിയർ. സമ്മറിൽ ഉണ്ടാവുന്ന ആ ഒരു ഈ വേനൽക്കാലത്ത് ഡ്രൗട്ട്, ആ ഒരു വരൾച്ച എന്ന് പറയുന്നത് വളരെ സീനാണ്. വെൽസ് ആൻഡ് കനാൽസ് ഹാവ് ഡ്രൈഡ് അപ്പ്. നമ്മുടെ കിണറുകളും കനാലുകളും പുഴകളും ഒക്കെ എന്തായി പോകും? വറ്റി വരണ്ടു പോകും. ദേ ഫിയർ ദാറ്റ് കണ്ടിന്യൂസ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോസ് ഓഫ് ട്രീസ് വിൽ മേക്ക് ദ വാട്ടർ സിറ്റുവേഷൻ വേഴ്സ്. സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു, മരങ്ങളൊക്കെ വെട്ടിമുറിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വെള്ളത്തിനെ നശിപ്പിക്കുന്നു, വെള്ളത്തിന്റെ ക്വാളിറ്റി നശിപ്പിക്കുന്നു, പ്യൂരിറ്റി നശിപ്പിക്കുന്നു, വെള്ളം ലഭിക്കാതാവുന്നു. അങ്ങനെ പല പല വിഷയങ്ങളും ഈ ഒരു ഡ്രൗട്ട് ഉണ്ടാക്കുന്നു. ഈ ഒരു നമ്മുടെ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മരം വെച്ച് നടപ്പിച്ചാൽ സാധനം സെറ്റാവും. ടോക്ക് വിത്ത് ഹർ അങ്കിൾ. അവളുടെ അങ്കിളിനോടുള്ള ആ ഒരു സംസാരത്തെ അവൾ ഓർക്കുകയാണ്. ദ നരേറ്റേഴ്സ് 85-year-old uncle. 55 വയസ്സുള്ള നല്ല പ്രായമുള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ ഒരിക്കലും വിസിറ്റ് ചെയ്തപ്പോൾ ഹി ടോക്സ് അബൌട്ട് ഹൗ പവർഫുൾ ദ മൺസൂൺ യൂസ് ടു ബി ഇൻ ദ പാസ്റ്റ്, ബ്രിങ്ങിങ് കോൺസ്റ്റന്റ് റെയിൻ. പണ്ടൊക്കെ ഉള്ള മഴ, പഴയ ആൾക്കാരാകുമ്പോൾ അങ്ങനെ പറയല്ലോ, പണ്ടൊക്കെ സീന് മഴയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫുൾ മഴ പെയ്യായിരുന്നു. ഭയങ്കര ചുറ്റുഭാഗവും ഫുൾ ഗ്രീനറി ആയിരുന്നു, ചുറ്റും ഗ്രീൻ ആയിരുന്നു, എവിടെ നോക്കിയാലും പച്ചപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ദ മൺസൂൺ ഹാസ് ഓൺലി പ്രിറ്റൻഡഡ് ടു അറൈവ് ബട്ട് ഹാസ് നോട്ട് ആക്ച്വലി കം. ഇത് വരും ഇങ്ങനെ നടിക്കുന്ന, വരുന്നില്ല, അങ്ങോട്ട് വരുന്നില്ല. ആര്? മൺസൂൺ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന്റെ പേര് വെയിറ്റിംഗ് ഫോർ ദ റെയിൻ. എല്ലാവരും, കേരളത്തിലെ മുഴുവൻ ആൾക്കാരും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Arrival of rain. ദാം വരുന്നു, മഴ വരുന്നു. In the middle of the night, രാത്രി നട്ടപ്പാതിരക്ക് the narrator finally hears the rainfall on the roof. വീടിന്റെ റൂഫിന്റെ മുകളിൽ ഓടിട്ട വീടായിരിക്കും, ഏതാണെങ്കിലും എന്ത് വീഴുന്നു? മഴ വീഴുന്ന സൗണ്ട് കേൾക്കുകയാണ്. The monsoon has arrived at last. അവസാനം മഴ വന്നു. സീനും മോനെ. She enjoys the sound of the rain. അവള് ഈ ഒരു മഴയുടെ സൗണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. Comparing to it to different musical rhythm. മ്യൂസിക്കൽ റിതം കമ്പോസ് ഒക്കെ ചെയ്യുന്ന മ്യൂസിക്കില്ലേ, അതിനോടൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അവൾ നല്ല രീതിയിൽ നമ്മുടെ അനിത നായർ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിങ്ങനെ എൻജോയ് ചെയ്യാണ്. എൻജോയിങ് ദ റെയിൻ. നെക്സ്റ്റ് വൺ, ഇൻ ദ മോർണിംഗ്. രാവിലെ ആയപ്പോ ഷീ സിറ്റ്സ് ഓൺ ദ വെരാന്ത. അവള് ഒരു വരാന്തയിൽ, മുന്നിൽ ആ വരാന്തയിൽ ഇങ്ങനെ പോയി ഇരിക്കുകയാണ്. വിത്ത് ടീ ആൻഡ് വാച്ചസ് ദ റെയിൻ ലൈക്ക് ഇറ്റ്സ് സംതിങ് പ്രഷ്യസ്.
അത്രയും വിലമതിക്കുന്ന ഒരു കാര്യമാണ് ഈ മഴ എന്നുള്ള രീതിയിൽ കയ്യിലൊരു ചായയും കട്ടൻ ചായയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കണം. വാവ് ഏത് മൂഡ്. ദ മൺസൂൺ ബ്രിങ്സ് ഹർ പീസ്. മൺസൂൺ വന്നു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനമാണ്, ഹാപ്പിനെസ് ആണ്. ആൻഡ് സെൻസ് ദാറ്റ് ദ വേൾഡ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അവൾക്ക് മനസ്സിലായും ചെയ്യും, അവളെ മൈൻഡിൽ എന്തായിരിക്കും, ഫുൾ ലോകം അത്രമേൽ ഭംഗിയുള്ളതാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും. ദാറ്റ്സ് ആക്ച്വലി ഇത് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, സെറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഇതിന്റെ തീമും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ കുറഞ്ഞ സമയം കൊണ്ടുള്ള വീഡിയോയിൽ കംപ്ലീറ്റ് ചാപ്റ്റർ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങൾക്ക് നമ്മുടെ നിഞ്ച ബാച്ചിൽ ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട്, 30% ഓഫറാണ്. മെഗാ 30 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഓഫർ വന്നിട്ടുണ്ട്. ഈ ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. ചിലപ്പോൾ ഈ ഓഫർ ഒഴിവാക്കിയേക്കാം. ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്രയും ഫീച്ചേഴ്സ് ഉള്ള ബാച്ചിൽ ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടോ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞാൽ മതി, മെഗാ 30 ഓഫറിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഇനി തീമിലേക്ക് കിടക്കാം. തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ചാപ്റ്റർ ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദ മൺസൂൺ ഈസ് ഫോർ പീപ്പിൾ ഇൻ കേരള. കേരളത്തിലുള്ള ജനങ്ങൾക്ക്, നമ്മൾക്ക് ഈ മൺസൂൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി എക്സ്പ്രസസ് ദ വെറി വെൻ റെയിൻ ഈസ് ഡിലേഡ്. മഴ പെയ്യാനും കൂടെ ഡിലേ ആയാൽ നേരം വയ്യ, നമ്മൾ വെറിഡ് ആവും അല്ലേ. വെള്ളം കിട്ടാനില്ല, കുടിവെള്ള പദ്ധതിക്ക് പിന്നാലെ പോകേണ്ടി വരും. ആൻഡ് ദർ ജോയ് വെൻ ഇറ്റ്സ് ഫൈനലി, അവസാനം മഴ വരുമ്പോൾ നമ്മുടെ സന്തോഷം കൂടിയാലും പ്രശ്നമുണ്ടോ. ഓക്കെ, ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ഹൗ ഹ്യൂമൻ ആക്ഷൻസ് ലൈക്ക് കട്ടിംഗ് ട്രീസ് ആൻഡ് ഓവർ ബിൽഡിംഗ് ഡിസ്റ്റർബ് നേച്ചർ. പ്രകൃതിയെ മനുഷ്യന്മാരുടെ ഓവറായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെയും കൺസ്ട്രക്ഷനെയും അതുപോലെ തന്നെ മരം മുറിക്കുന്നതിനെയൊക്കെ നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ചാപ്റ്റർ തീമാണ്. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണോ, ഇതുപോലെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ റിവിഷൻ നോവൽ ഇതിന്റെ സമ്മറി പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യം. അതുപോലെ ഈ വീഡിയോ അങ്ങ് കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്ത്, ഓക്കെ ആണ്, സെറ്റ് ആണ്, എന്താണെന്നുള്ളത് ഇൻ കേസ് അത് നെഗറ്റീവ് ആണെങ്കിലും അത് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. ലൈക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു. ഇറ്റ്സ് മീ ജെഡി. ലവ് യു ഓൾ.